PR കുട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വൈകുന്നേരമായപ്പോൾ ഞാൻ കുറച്ച് മാങ്ങയൊക്കെ പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ മാങ്ങ ഇപ്പം മാങ്ങ സീസണാണ് പൊതുവായിട്ട് മാങ്ങ സീസൺ. അപ്പോൾ മാങ്ങയൊക്കെ നമുക്കിന്നിപ്പോൾ വെട്ടിയിട്ട് ഉപ്പ് മുളക് ഇട്ട് അങ്ങനെ കുറച്ച് പ്രശ്നം വരെയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോവാം. മാങ്ങയൊക്കെ പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ മാങ്ങ അപ്പം നമുക്കിത് പുറത്തേക്ക് എടുക്കാം. കവറിൽ നിന്ന് എടുക്കട്ടെ, കുറച്ചെടുക്കാം, തൽക്കാലത്തേക്ക് തുറന്നെടുക്കാം. അപ്പോൾ ഇതാ ചെറിയ ചെറിയ മാങ്ങകൾ, വലിയ മാങ്ങയൊന്നുമല്ല, ചെറിയ മാങ്ങയാണ്. ചെറിയ മാങ്ങയാണല്ലോ, കട്ട് ചെയ്തിട്ട് നമുക്ക് ഉപ്പുമുളകൊക്കെ ഇട്ടിട്ട് വയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഈ 4 മാങ്ങ ഉണ്ട്, ഇതേപോലത്തെ 4 എണ്ണം ഒന്ന് കഴുകാം. അപ്പോൾ നമ്മൾ 4 മാങ്ങ കട്ട് ചെയ്യാൻ പോവുകയാണ്. കഴുകിയിട്ട് നമുക്ക് ഓരോരോ ഭാഗമായിട്ട് കട്ട് ചെയ്യാം. ഉണ്ടല്ലേ സൈഡൊക്കെ എന്തോ ഇതൊക്കെ മാറ്റിയേക്കാം. ചുണയാന്ന് തോന്നുന്നു. അപ്പോൾ ഈ മാങ്ങയൊക്കെ ചെറുതായിട്ട് ചുണ വരുന്നുണ്ട്, അത്യാവശ്യത്തിന് നല്ലോണം വരുന്നുണ്ട്. കയ്യിലായ പശ പോലെയാകും. അപ്പോൾ നമ്മുടെ ഈ ചുണ എന്ന് പറഞ്ഞാൽ നിസ്സാര സാധനമില്ല കേട്ടോ, നല്ലോണം പശ പോലെ. ഇത് സൈഡ് എഫക്റ്റ് ആണ്. നമ്മുടെ കയ്യിൽ ചെറുതായിട്ടൊന്ന് പൊള്ളും. അങ്ങനെ ചെറിയൊരു പ്രശ്നമുണ്ട് ഈ ചുണ ഉണ്ടെന്ന്. അപ്പോൾ നമുക്കൊന്ന് കഴുകാം. മാംഗോ, അതായത് മാങ്ങകളൊക്കെ കട്ട് ചെയ്യാൻ പോവാണ്. കഴുകിയിട്ട് നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ടുണ്ട്. പറഞ്ഞില്ല ചുണയുടെ കാര്യമൊക്കെ. അപ്പോൾ നമുക്ക് മാംഗോ കട്ട് ചെയ്യാം, അത് മാങ്ങ കട്ട് ചെയ്യാം. അപ്പോൾ മാങ്ങ അരിഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം കുതിച്ചു വന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ എല്ലാവർക്കും അറിയുന്ന ഒരു മഹാകവിയുണ്ട്, വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. ആൾ എഴുതിയ മാമ്പഴം എന്നൊരു കവിത ഉണ്ട്. ആ കവിതയാണ് എൻ്റെ മനസ്സിൽ ഓർമ്മ. നമ്മൾ എപ്പോഴും പറയായിരുന്നു മുന്നേയൊക്കെ മാമ്പഴത്തെ കുറിച്ച്, കാര്യങ്ങളെ കുറിച്ചൊക്കെ. എനിക്ക് ഇപ്പോൾ അതാണ് എൻ്റെ മനസ്സിൽ ഓർമ്മ. അപ്പോൾ ആ കവിത ആർക്കൊക്കെ അറിയാമെന്നുള്ളത് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം. ആദ്യം നമുക്ക് ഇതിലേക്ക് ആദ്യമായിട്ട് ഉപ്പിടാം. അതുപോലെ ഇതിലേക്ക് മുളകും കൂടി ഇടാം, മുളക് പൊടി. അപ്പോൾ ഉപ്പും മുളകും ഇട്ടിട്ടുള്ള മാങ്ങ ഉണ്ടാക്കും. പലരും പല രീതിക്കാണ്, പല ശൈലിയിലായിട്ട് ഉണ്ടാക്കുക. മാങ്ങ ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഉപ്പും മുളകൊക്കെ ഇട്ടിട്ട് കവറിലൊക്കെ ഇട്ട് അടിക്കും. അങ്ങനെ പരിപാടി ഉണ്ട്. അതുപോലെ ഇങ്ങനെ തന്നെ ഇട്ടിട്ട് എണ്ണ ഒഴിക്കണ എല്ലാ ആൾക്കാരുണ്ട്. ഞാൻ ഇപ്രാവശ്യം എണ്ണ ഒഴിക്കണമെന്നുള്ള ഇതിലാണ്. എണ്ണ ഒഴിക്കണം, ഉപ്പും മുളക് മാത്രം മതി എന്നുള്ള സംശയത്തിലാണ്. അപ്പം എങ്ങനെയാ നമുക്ക്? അപ്പോൾ എൻ്റെ രീതി എന്ന് വെച്ചാൽ ഉപ്പും മുളകും മാത്രം ഇട്ടിട്ടാണ് പരിപാടിയൊക്കെ നമുക്ക് ആ സംഭവത്തേക്ക് വെക്കും. അപ്പോൾ ഞാനിപ്പോൾ ഉപ്പും മുളകും കൂടിയൊക്കെ ഇട്ടിട്ടാണ് മാങ്ങ ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ രീതി ശൈലിയൊക്കെ ഒന്ന് കമൻറ്റ് ഇടണം, ഓക്കെ? അപ്പം നമുക്കിത് ഉപ്പും മുളകും കൂടിയൊക്കെ ഇട്ടിട്ടുണ്ടെന്ന് ഇളക്കാം നമുക്ക്. അപ്പം നമ്മൾ മുളക് പൊടിയും ഉപ്പും ഒക്കെ ഇട്ട് മാങ്ങയൊക്കെ നല്ല ഇളക്കി സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് പുറകിൽ ഒരു കൗതുകമായിട്ടുള്ളൊരു കഥയും കൂടി ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ പ്ലേറ്റ് കണ്ടില്ലേ? ഈ പ്ലേറ്റ് കണ്ടില്ലേ? ഇത് ഇന്നലെ വാങ്ങിച്ചല്ല, അത് UKG ഞാൻ UKG പഠിച്ചപ്പോൾ വാങ്ങിച്ച പ്ലേറ്റാണ്. ഇപ്പോൾ ഇതിന് ഒരു കുഴപ്പമില്ല, നല്ല ഇതായിട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു കഥയും കൂടി ഉണ്ട്. ഇപ്പോഴാണ് ഇത് പ്ലേറ്റ് ശ്രദ്ധിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇങ്ങനെ ഒരു കഥയും കൂടി ഉണ്ടെന്നുള്ള കാര്യം. നമ്മൾ ഈ മാങ്ങയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഫുള്ളായിട്ട് മാങ്ങയൊക്കെ എണ്ണ വെച്ചിട്ടില്ല കേട്ടോ, നമ്മൾ പറഞ്ഞല്ലോ. സമ്മോളൊക്കെ രീതിക്ക് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ മാങ്ങ കഴിക്കാൻ വേണ്ടി പ്രത്യേകമായിട്ടുള്ള സ്പെഷ്യൽ അതിഥി വരുന്നുണ്ട്. അത് സീക്രട്ടാണ്. ആരാന്ന് നമുക്ക് കാണാം. അതിഥി വേറെ ആരുമല്ല, എൻ്റെ അച്ഛൻ. അടിപൊളിയായിട്ടുണ്ടല്ലോ, സൂപ്പർ ആയിട്ടുണ്ടല്ലോ. അതെ, എന്താണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത്? ഇത് ഞങ്ങള് കുട്ടിക്കാലത്തൊക്കെ മാങ്ങ അങ്ങനെ ഞങ്ങള് പോയിട്ട് പൊട്ടിക്കും. അപ്പൊ അത് കണ്ണിമാങ്ങ കുറച്ച് മൂത്ത മാങ്ങ പൊട്ടിക്കാം. ഉള്ള് മൂത്തിട്ടുണ്ടാവില്ല. എന്നിട്ട് ഞങ്ങള് കട്ട് ചെയ്തിട്ട് അതിനെ കുറിച്ച് പറയുമ്പോ തന്നെ വായില് വെള്ളം വരണം. നല്ല രസമാണ് ഇത് കഴിക്കാൻ. അത് ഉപ്പും മുളകും കൂട്ടിയിട്ട് നമ്മളൊരു പാത്രത്തിൽ ഉപ്പും മുളകും കൂട്ടി വയ്ക്കും. എന്നിട്ട് അതിന് നമ്മളിങ്ങനെ ഒരു കഷ്ടത്ത് മുക്കിയിട്ട് ഇങ്ങനെ തിന്നും. നല്ല എരിവുണ്ടാവും കേട്ടോ. പക്ഷെ ഇത് അടിപൊളിയാണ് കേട്ടോ. ഉപ്പും മുളകും കൂട്ടിയിട്ട് വായില് വെള്ളം. എണ്ണ ഒഴിക്കാൻ പാടില്ല. എണ്ണ നമ്മൾ അച്ചാറിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിലൊന്നും എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇത് നമ്മൾ ഉപ്പും മുളകും കൂടി മിക്സ് ചെയ്യാം, എന്നിട്ട് അതിൽ മുക്കി തിന്നാൻ. അല്ലെങ്കിൽ ഉപ്പും മുളകും കൂടി മാങ്ങ അതേപോലെ നെയ്യ് ചെയ്തപോലെ തന്നെ വെട്ടിയിട്ട് അതില്
പിന്നെ അത് വലിയൊരു കാര്യമല്ല, സാധാരണ ഒരു മാങ്ങപ്പോ തൊട്ടടുത്ത് കിട്ടിയപ്പോ വെട്ടി കട്ടി നല്ല രുചിയായിട്ടതിനും. അതായത് ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് തന്നെ ഒരുപാട് കഴിച്ചിട്ടുണ്ട് ഈ സാധനം. അതായത് വെറുതെ കട്ട് ചെയ്യാം, ഉപ്പും മുളകും ഒരു മുക്ക ഒരു ഒരു കടലാസിന്റെ അതിൽ ഉപ്പും മുളകും കൂടി മിക്സ് ആക്കും, എന്നിട്ട് കൊണ്ടുവരും, ഇതിൽ കട്ട് ചെയ്തിട്ട് മുക്കി മുക്കി തിന്നും. നല്ല എരിവുണ്ടാവും, നല്ല രുചിയാണ്, നല്ല ടേസ്റ്റാണ് ഈ സാധനം. അപ്പൊ ഇനി അടുത്തൊരു വീഡിയോയുമായി എല്ലാവർക്കും വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.